ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോറും മുമ്പ് സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ അലീനയ്ക്ക് പനിയാണ്. നമ്മുടെ അലീനയെ നോക്കാനായിട്ട് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഒക്കെ മത്സരത്തിൻ്റെ കളിയാണ് അല്ലേ. സത്യം പറഞ്ഞാൽ അലീനയ്ക്ക് ഇപ്പോൾ അസുഖമൊന്നും കുറയേണ്ട ഇതുപോലെ തന്നെ ഇങ്ങനെ കിടക്കാനായിട്ടൊക്കെ തോന്നുക. കാരണം വേറൊന്നും കൊണ്ടല്ല, തൻ്റെ സഹോദരങ്ങളുടെ ആ സ്നേഹവും അവരുടെ തന്നോട് ആ ഒരു വാത്സല്യമൊക്കെ കണ്ടിട്ട് അലീനയ്ക്ക് അങ്ങോട്ട് ഒട്ടും പറ്റുന്നില്ല. അലീന ആ ഒരു സന്തോഷം ഇനിയും കിട്ടാനായിട്ടൊക്കെ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ശരണ്യ അലീനനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ പനിയാണ് മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് ശരണ്യക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്നറിയാം. കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ ഒന്ന് കൊടുക്കുക. അതോടൊപ്പം പുതുതായിട്ട് വരുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കണം കേട്ടോ. കാരണം നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ കൊടുക്കുക. അങ്ങനെ നമ്മുടെ ശരണ്യെ വിളിച്ച് അലീനയായിട്ട് സംസാരിച്ച് കഴിഞ്ഞു. അലീനയ്ക്ക് പനിയാണെന്നറിഞ്ഞു. ഇത് കേട്ടത് മുതൽ ശരണ്യയ്ക്ക് വല്ലാത്തൊരു സങ്കടമാണ്. കാരണം തൻ്റെ ജീവിതമേ മടുത്ത് മരണത്തെ മാത്രം കണ്ടുകൊണ്ടിരുന്ന തന്നെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റിയ ഒരു വ്യക്തിയാണ് അലീന ചേച്ചി. അലീന എന്ന് കേട്ടാൽ മതി, ശരണ്യയ്ക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ പിന്നെ പറയാനുമില്ലല്ലോ. ഒരു മിനിറ്റ് ആണെങ്കിലും ശരണ്യയുടെ അടുത്തൊന്ന് അലീന വന്നിരുന്ന് കഴിഞ്ഞാൽ അത് ശരണ്യയ്ക്ക് ഇതിൽ കൂടുതലൊരു ഇതില്ല. അപ്പോൾ തൻ്റെ ചേച്ചിക്ക് അത്രയും പാടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് നമ്മുടെ ശരണ്യയ്ക്ക്. ശരണ്യ പഠിച്ച പണി 18 നോക്കുകയാണ് ഒന്ന് അലീന ചേച്ചിയെ കാണാൻ പോവാന്ന്. പക്ഷേ ശരണ്യയുടെ അമ്മ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് മോളെ. നമ്മളൊന്നും അങ്ങോട്ട് പോയാൽ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ആ കുട്ടിയാണെങ്കിൽ തന്നെയും അതായത് അലീന ആ വീട്ടിൽ ഒരു സർവൻ്റായിട്ട് നിൽക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ഉള്ള സ്ഥാനവും വിലയും എന്താണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ചെന്ന് കാണുന്നതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ശരണ്യ പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് പിന്നെ അലീന ചേച്ചീനെ കാണണം. കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലമ്മ. നമുക്ക് പോകാം അമ്മ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം ശരണ്യ എടുത്ത അടവ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കൂല, ആകെ നിരാഹാരം അങ്ങോട്ട് തുടങ്ങി. കാരണം അലീന ചേച്ചിയെ കണ്ടേ പറ്റൂ. ആ ഒരു അങ്ങനെ എന്നെ കടുംപിടുത്തം പിടിക്കുകയാണ്. ആ ഒടുവിൽ ശരണ്യയുടെ വാശി എങ്ങനെയാണെന്നുള്ളതൊക്കെ ശരണ്യയുടെ അമ്മയ്ക്കും അച്ഛനൊക്കെ നന്നായിട്ട് അറിയാം. കാരണം അവൾ ഒരു വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. നിർബന്ധം പിടിച്ചാൽ അത് കിട്ടുന്നവരെ അവൾ ആ നിർബന്ധത്തിന് വേണ്ടി നിൽക്കും. അപ്പോൾ ആഹാരം കഴിക്കേണ്ട എത്ര ദിവസം എത്ര നേരം ഇരിക്കും. ഒടുവിൽ ശരണ്യയുടെ അമ്മ അച്ഛനെ പ്രഭാകരനെ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയണേ. ഇന്നതുപോലെ ശരണ്യ അലീനെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പം പ്രഭാകരൻ പറഞ്ഞു, എടി എങ്ങനെയാടി നമ്മളൊക്കെ അവർ വീട്ടിലൊക്കെ കയറി പോണത്, പോയാൽ തന്നെയും അവർക്ക് അത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ശരണ്യയുടെ അമ്മ പറഞ്ഞു, അങ്ങനെയല്ല, അവൾ വാശി പിടിക്കുക, ആഹാരമൊന്നും കഴിക്കണില്ല. അത് മാത്രമല്ല, നമ്മുടെ മോളെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കൊണ്ടുവന്ന കുട്ടിയല്ലേ അലീന. അപ്പോൾ അതിനൊരു വല്ലായ്മ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പോയി കാണുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അഥവാ ഇനി കാണാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, തിരിച്ചു വരാം, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രഭാകരൻ പറഞ്ഞു, അതിന് നിനക്ക് പോകാൻ അവരെ വീടും കാര്യങ്ങളൊക്കെ അറിയോ? അതറിയില്ല. അപ്പം മോളാ പറഞ്ഞത്, നമ്മുടെ ഷാജിക്ക് അറിയാം, നമ്മുടെ ഓട്ടോക്കാരൻ ഷാജി ചേട്ടൻ. അപ്പോൾ അവൻ്റെ അടുത്ത് പോയി കണ്ട് പറഞ്ഞ് അവൻ നമ്മളെ കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ ഒടുവിൽ പ്രഭാകരൻ സമ്മതിക്കുകയാണ് നമ്മുടെ അലീനയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരണ്യയും അമ്മേനെയും കൂടെ പോകാനായിട്ട് അനുമതി കൊടുക്കണം. അങ്ങനെ ഇത് കേട്ട പാടി തന്നെ നമ്മുടെ ശരണ്യയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ ശരണ്യ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി നല്ല അടിപൊളി ഒരു ചുരിദാറൊക്കെ ഇട്ട്, കാരണം അലീന ചേച്ചിയെ കാണാൻ പോണ ഒരു സന്തോഷം ഉണ്ടല്ലോ. അലീനയുടെ ഒരു കാര്യം അല്ലെങ്കിൽ അലീനയെ സംബന്ധിച്ച് എന്ത് കേസും ശരണ്യയ്ക്ക് ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അങ്ങനെ റെഡിയായി ശരണ്യയും ശരണ്യയുടെ അമ്മയും കൂടെ നേരെ ഷാജി ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയാണ്. അവിടെ ചെന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഷാജി പറഞ്ഞു, അതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ആ പെങ്കൊച്ച് അവിടെ ഒരു സർവൻ്റായിട്ട് നിൽക്കണതാ. അപ്പോൾ അവൾക്കുള്ള വിലയും നിലയൊക്കെ എന്താവുമെന്ന് നമുക്കറിയാലോ. ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ പുലിവാലാവും. അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ശരണ്യയുടെ അമ്മ പറഞ്ഞു, ഒന്നുമില്ലെങ്കിലും ഷാജി, നമ്മളെ കൊച്ചിനെ ഒന്ന് കൈപിടിച്ച് കയറ്റി, കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവൾ ഇന്ന് നമ്മുടെ കൊച്ചിനെ ജീവിതത്തിലോട്ട് കൈപിടിച്ച് കയറ്റി കൊണ്ടുവന്നൊരു കുട്ടിയല്ലേ. അപ്പോൾ അവൾക്കൊരു പാടുകേടെന്ന് പറയുമ്പോൾ കാണാതിരിക്കാൻ, പിന്നെ മോക്കാണെങ്കിലും ഒരേ നിർബന്ധം, എന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒടുവിൽ ഷായി ചേട്ടൻ പറയണേ, എന്നാൽ ശരി കൊണ്ടൊക്കെ പോകാം, പക്ഷെ ഒരു കാര്യം, ഇനിയിപ്പോൾ അവിടെ ചെന്ന് അവർ അതിൻ്റെ അകത്തൊക്കെ വീട്ടിൽ കയറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും മറുത്തു പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഉൾക്കൊള്ളാനും അതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു പ്രാപ്തിയും മനസ്സോട്
ധൈര്യത്തോടു കൂടെ വേണം പോകാനെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഷാജി ചേട്ടൻ്റെ ഓട്ടോയിൽ നമ്മുടെ ശരണ്യയും അതുപോലെ തന്നെ ശരണ്യയുടെ അമ്മയൊക്കെ കയറി പോവാണ്. അങ്ങനെ വീടെത്തി അടുത്തോട്ട് എത്തുന്ന അനുസരിച്ച് ശരണ്യയ്ക്കും അമ്മയ്ക്കും ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ വീടെത്തി കഴിഞ്ഞപ്പോൾ ശരണ്യയുടെ അമ്മയുടെ ടെൻഷൻ കൂടെ, അതിനോടൊപ്പം തന്നെ ശരണ്യയ്ക്കും ടെൻഷനുണ്ട്. സത്യം പറഞ്ഞാൽ ഷാജിക്കും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീടെത്തിക്കഴിഞ്ഞു. ഇതേ സമയം നമ്മുടെ നമ്മുടെ അലീന നമ്മുടെ രോഹിത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. കാരണം രോഹിത്തിൻ്റെ കാര്യം അലീനയും ബാലചന്ദ്രനും കൂടെ പറയുന്നതൊക്കെ രോഹിത്ത് കേട്ടായിരുന്നല്ലോ. ആ ഒരു വിഷമത്തിൽ നമ്മുടെ രോഹിത്ത് റൂമിൽ ഇരിക്കുന്ന സമയമായിരുന്നു. ആ സമയം അലീന മേളിൽ ചെന്ന് രോഹിത്തുമായിട്ട് സംസാരിക്കണം, മോനെ നീ വിഷമിക്കണ്ട, അയാളിപ്പോൾ നിന്നെ കോളേജിലോട്ട് കയറ്റിയില്ല, സാരമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ, അച്ഛൻ പറ്റുന്നിടത്തോളം മാക്സിമം സംസാരിച്ചല്ലേ. അപ്പോൾ രോഹിത്ത് പറഞ്ഞു അത് സാരമില്ല അലീന ചേച്ചി, കാരണം എൻ്റെ ഭാഗത്തുള്ള തെറ്റല്ലേ, കാരണം അവരുടെ കോളേജിലും മറ്റു കുട്ടികൾക്കും അതൊരു അവരുടേതായിട്ടുള്ള ഭാവിക്ക് ചിലപ്പോൾ ഒരു മോശം വരും എന്നുള്ളത് കൊണ്ടായിരിക്കും, സാരമില്ല. അപ്പോൾ അലീന പറഞ്ഞു നീ ഒന്നിനോടും ഒരു നെഗറ്റീവ് കാണിക്കില്ല മോനെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും അത് നേരിടാനുള്ള ഒരു കഴിവ് മനസ്സും നിനക്കുണ്ടാവണം. നീ തെറ്റ് ചെയ്തിട്ടില്ല, സമൂഹത്തിൽ നീ തല ഉയർത്തി തന്നെ നിൽക്കണം. നീ തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് നീ ഇന്ന് വീട്ടിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിൻ്റെ ഒരു വർഷം നീ നഷ്ടപ്പെടുകയൊന്നുമില്ല. നിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിക്കുമ്പോൾ നീ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്നിട്ട് എക്സാം വരുമ്പോൾ നമുക്ക് TC മേടിച്ച് വേറൊരു കോളേജിലാണെങ്കിലും പോയി ചേരാമല്ലോ. അതുകൊണ്ട് നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട, അത് സാരമില്ല അലീന ചേച്ചി എന്ന് നമ്മുടെ രോഹിത്ത് പറയുന്നുണ്ട്. പക്ഷേ അലീന എങ്കിലും അവനെ പറഞ്ഞ് ഒരു ആത്മധൈര്യമൊക്കെ കൊടുത്ത് നമ്മുടെ രോഹിത്തിനെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ശരണ്യയും അമ്മയും ഷാജി ചേട്ടനും കൂടെ വരുന്നത്. അപ്പോൾ അലീന റൂമിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഷാജി ചേട്ടൻ പറഞ്ഞു അതെ വീടെത്തിയിട്ടുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറി അലീനയെ കാണാൻ പറ്റൂ എന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എന്തായാലും ധൈര്യത്തോടു കൂടി നമുക്ക് പോവാം, കാണാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചിതേ ഓട്ടോയിൽ തന്നെ നമുക്ക് വീട്ടിലും പോകാമെന്ന് ഷാജി ചേട്ടൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ശരണ്യയുടെ മുഖമൊക്കെ പാടിപ്പോയി. അപ്പോൾ ഷാജി ചേട്ടൻ ചെന്ന് നേരെ കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോൾ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ അലീന കിടക്കുകയാണല്ലോ. അപ്പം നമ്മുടെ രോഹിത്ത് വന്നിട്ട് ഡോറ് തുറക്കാനായിട്ട് ഇങ്ങനെ വന്നു, ഡോറ് തുറക്കുകയാണ്. അപ്പോൾ ഡോറ് തുറന്നതും നമ്മുടെ രോഹിത്ത് കാണുന്നത് ഷാജി ചേട്ടൻ, അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ശരണ്യ, അതിൻ്റെ അടുത്ത് അമ്മ നിൽക്കുകയാണ്. അപ്പം രോഹിത്തിനെ കണ്ടപ്പോൾ ശരണ്യയുടെ അമ്മയ്ക്ക് സത്യം പറഞ്ഞ ഒരു കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. കാരണം തെറ്റ് ചെയ്യാതെ ഇരുന്ന ഒരു പയ്യനായിട്ടും അവൻ്റെ പേരും കൂടെ ചേർക്കാൻ ശരണ്യയെ നിർബന്ധിച്ച ആ ഒരു മനസാക്ഷി കുറ്റബോധം, മനസ്സിലായില്ലേ. അന്ന് ശരണ്യനെ ഒരുപാട് വഴക്ക് പറയുകയും അവൻ്റെ പേരും കൂടെ നീ പറയണമെന്നൊക്കെ പറഞ്ഞ് ശാസിച്ചതാണ്. പക്ഷേ നിരപരാധിയായിരുന്നു നമ്മുടെ രോഹിത്ത്. കാരണം അത് ശരണ്യ പറഞ്ഞതിൻ്റെ പേരിൽ ശരണ്യ ഒരുപാട് പേരുടെ വായിരിക്കുന്ന കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേട്ടതാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ശരണ്യയുടെ അമ്മയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ശരണ്യ എവിടെന്നാന്നറിയില്ല ഒരു ധൈര്യത്തോടു കൂടെ രോഹിത്ത് ശരണ്യനെ കണ്ടിട്ട് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം വല്ലാത്തൊരു ബുദ്ധിമുട്ട് രോഹിത്തിൻ്റെ തലയിലൊക്കെ എന്തോ വല്ലാത്തൊരു പെരുപ്പ് കയറുമ്പോൾ. കാരണം ആ ദിവസം അന്ന് നടന്ന സംഭവം, ആ ഒരു പീഡനം നടന്ന ആ ഒരു സിറ്റുവേഷൻ, അതൊക്കെ ഇങ്ങനെ രോഹിത്തിൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ കിടന്ന് ഓടാട്ടോ. രോഹിത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, ഒന്നും മിണ്ടാൻ പോലും പറ്റാണ്ടായിപ്പോയി. ആ സമയം ശരണ്യ ധൈര്യം സംഭരിച്ച് എന്നെ മനസ്സിലായോ രോഹിത്തേട്ടനെ, ഞാൻ ശരണ്യാണെന്ന് പറയുന്നുണ്ട്. രോഹിത്ത് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ശരണ്യയുടെ അമ്മ രോഹിത്തിനെ നോക്കി ഇങ്ങനെ ശരണ്യയുടെ പുറകിലോട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ ശരണ്യയുടെ അമ്മ ഉണ്ട്. പിന്നെ ഒടുവിൽ രോഹിത്ത് എവിടെന്നാന്നറിയില്ല, രോഹിത്തിന് എന്തോ ഒരു ധൈര്യം, ഒരു ആത്മധൈര്യം വന്ന് രോഹിത്ത് എനിക്ക് മനസ്സിലായി അകത്തോട്ട് കയറി വാ എല്ലാവരും ഇരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ശരണ്യ അകത്തോട്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ അമ്മയാണ്, ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഷാജി ചേട്ടനാണ്. അപ്പം ആ ഷാജി ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്, അലീന ചേച്ചിയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു രോഹിത്തേട്ട. അപ്പോൾ അലീന ചേച്ചിക്ക് പനിയാണെന്ന് പറഞ്ഞായിരുന്നു, അപ്പോൾ അതുകൊണ്ടൊന്ന് കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ രോഹിത്ത് പറഞ്ഞു ഇരിക്ക്, ഞാൻ അലീന ചേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രോഹിത്തിന് വല്ലാത്തൊരു വെറയും ഒരു എന്താ പറയണ, നമുക്ക് ടെൻഷൻ കൂടി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാറില്ല, ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു രോഹിത്തിന്. ശരണ്യെ പെട്ടെന്ന് ഫേസ് ചെയ്യും, പ്രതീക്ഷിക്കാണ്ട് ശരണ്യെ അങ്ങനെ പെട്ടെന്ന് കണ്ട ഒരു ഷോക്കുണ്ടല്ലോ, അതായിരുന്നു രോഹിത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ രോഹിത്ത് ചെന്ന് നേരെ അലീനയുടെ അടുത്ത് പറയുന്ന അലീന ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് 1-2 പേര് വന്നിട്ടുണ്ടെന്ന്. അതാരാടാ എന്നെ കാണാൻ വേണ്ടി 1-2 പേര് വന്നു എന്ന് പറഞ്ഞാൽ ആരാ? അങ്ങനെ ചെന്ന് ആരാന്ന് വരാൻ പറയാൻ പറഞ്ഞു കേട്ടോ. കാരണം അലീനയ്ക്ക് കാണാൻ
കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നടക്കാനൊക്കെ ഉള്ള ചെറിയ അസൗകര്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ രോഹിത് ചെന്നിട്ട് പറഞ്ഞു അലീന ചേച്ചി ആ റൂമിലാണെന്ന് പറയാം. അങ്ങനെ നമ്മുടെ ശരണ്യ അലീനയുടെ റൂമിലോട്ട് ചെന്ന് അലീനെ കാണണം. അലീന അന്തം വിടണം. കാരണം നമ്മുടെ ശരണ്യ ഫോൺ വിളിച്ചായിരുന്നു വരണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ച ആൾ കയറി വന്ന അലീനെ കണ്ടതും ശരണ്യയ്ക്കൊരു വല്ലാത്തൊരു സങ്കടവും സന്തോഷവും ഒക്കെ ആയിരുന്നു. ഓടിച്ചെന്ന് അങ്ങ് കുഞ്ഞു കുട്ടികളെ പോലെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. കരയാണോ അതോ സംസാരിക്കുകയാണോ ചിരിക്കുകയാണോ ഒരു പിടുത്തല്ല. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുകയാണ്. എന്നിട്ട് അലീന ചോദിച്ച് എന്താടി മോളെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പനിയാണ് മോളെ നീ ഇങ്ങോട്ടൊന്നും വരണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്ന് അലീന ശരണ്യയോട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരണ്ടാന്നോ? അപ്പോൾ പറഞ്ഞു അതെ എന്നെ കെട്ടിയൊന്നും പിടിക്കണ്ട, ചിലപ്പോൾ നിനക്ക് പനി വരും, വൈറൽ പനിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അലീന. അതെ അലീന ചേച്ചിക്ക് പനിയാണെങ്കിൽ എനിക്കും കൂടെ അങ്ങ് വന്നോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലീനയെ കുറേ അങ്ങോട്ട് പുന്നാരിക്കുകയാണ്. അപ്പോൾ അലീന അതുപോലെ തന്നെ ശരണ്യക്കുട്ടീനെ ഒരു കുഞ്ഞനിയത്തിയെ പോലെ പുന്നാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊക്കെ നിന്നപ്പോൾ ശരണ്യ പറഞ്ഞു അതെ എൻ്റെ അമ്മയും അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെ നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷാജി ചേട്ടൻ്റെ ഓട്ടോയിൽ വന്നു, എൻ്റെ ഇവരൊക്കെ എന്തിയെ എല്ലാവരും അവിടെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണം. അങ്ങനെ വിശേഷങ്ങളൊക്കെ ശരണ്യയും അലീനയും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരണ്യയുടെ അമ്മ അലീനയുടെ റൂമിലോട്ട് കയറി വരുന്നുണ്ട്. എൻ്റെ മോളെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അലീന വിശേഷങ്ങളൊക്കെ ശരണ്യയുടെ അടുത്ത് പറയണേ ഇവിടെ എന്നെ നോക്കാനേ എനിക്ക് നല്ല റെസ്റ്റാണ്. എൻ്റെ 3 പേര് എൻ്റെ അനിയനും അതുപോലെ 2 അനിയത്തിമാരും ഒക്കെ മാറി മാറി എന്നെ സ്നേഹിച്ച് അങ്ങോട്ട് കൊല്ലാണ്. ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അലീന വിശേഷങ്ങളൊക്കെ അങ്ങ് ശരണ്യയുടെ അടുത്ത് പടപടേ പറയണം കേട്ടോ. ഇതേ സമയം നമ്മുടെ വൈജ നോക്കുമ്പോൾ ആരൊക്കെ ഹോളിൽ വന്നിട്ടുണ്ടല്ലോ, ഒരു കോളിംഗ് ബെല്ലിൻ്റെ ഒച്ചയും കേട്ടു. ഇനി ആരാ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആരാണെന്നൊക്കെ ഉള്ളൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ രേവതി കുട്ടി വിളിച്ചായിരുന്നു നമ്മുടെ അലീനേനെ കുറേ മുന്നേ ആയിട്ട്. അപ്പോൾ രേവതി കുട്ടിയും മാമച്ചനും എല്ലാവരും കൂടെ ആയിട്ട് വീണ്ടും അലീനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ടീമും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അലീനെ കാണാൻ വേണ്ടി ഇപ്പോൾ ബന്ധുക്കളുടെയൊക്കെ കളിയാണ്. സത്യം പറഞ്ഞാൽ അലീനയ്ക്ക് ഇപ്പോൾ ആരൊക്കെയാണ് ഒരു അനാഥയായിട്ട് ജീവിച്ചാൽ തന്നെ ഇപ്പോൾ ആരൊക്കെയുള്ള ഒരു സഹോദരൻ, ഒരു സഹോദരി, 2 സഹോദരിമാർ, പിന്നെ ഒരു അച്ഛൻ, പിന്നെ അത് എന്തോ ഒരു അനിയത്തിമാരാ, രേവതി കുട്ടിയുണ്ട്, ശരണ്യുണ്ട്, അങ്ങനെ നീണ്ട ഒരു നിരയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി കുട്ടി വരുന്ന വിശേഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ മനു വിളിക്കുന്നുണ്ട്. നമ്മുടെ അലീനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതായത് പനിയൊക്കെ കുറഞ്ഞു, എങ്ങനെയുണ്ട്, നല്ല പരമാനന്ദ സുഖമാണ് മനു കേട്ടോ, എന്നെ നോക്കാൻ ഇവിടെ എത്ര പേരാ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ രോഗം മാറണ്ടെന്നൊക്കെ തോന്നിപ്പോയി. കാരണം എൻ്റെ കൂടപ്പിറപ്പുകളുടെ സ്നേഹവും ആ ഒരു ലാളനമൊക്കെ എനിക്ക് കിട്ടുന്നത് ആദ്യമായിട്ടല്ലേ, അതൊക്കെ ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഈ സമയം നമ്മുടെ കമലയ്ക്കാണെങ്കിൽ ടെൻഷൻ കൂടിയിട്ട് വയ്യായിരുന്നു. കാരണം രോഹിത് ഇറങ്ങി പുറത്ത്, പിന്നെ മറ്റ് 2 പ്രതികളും ഇറങ്ങി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കമലയുടെ മകൻ ഹരി മാത്രമാണ് ജയിലിൽ. 1ാം പ്രതിയും ഇതിൻ്റെ ആസൂത്രകനും ഒക്കെയാണല്ലോ നമ്മുടെ ഹരിശങ്കർ. അപ്പോൾ തൻ്റെ മകൻ മാത്രം ഇറങ്ങിയില്ല എന്ന് പറഞ്ഞ് ശിവശങ്കറിൻ്റെ അടുത്ത് ചെന്ന് പരാതിയും സങ്കടവും, നിങ്ങളൊരാൾ ആ അലീനയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക, അവൾ നമ്മളെ പിന്നെ ഹരിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ് കമല കിടന്ന് ഒച്ചപ്പാടും ബഹളവും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഒടുവിൽ നിവർത്തി കെട്ട് നമ്മുടെ ശിവശങ്കരൻ ചെന്ന് നമ്മുടെ മനുവായിട്ട് സംസാരിക്കുന്നുണ്ട്. അലീനയായിട്ടൊന്ന് സംസാരിക്കണം മോനെ, നീയെങ്കിലും എന്തെങ്കിലും ഒരു പഴുത് നമ്മുടെ ഹരിക്ക് രക്ഷപ്പെടാനുണ്ടെങ്കിൽ അതൊന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ശിവശങ്കരനും പറയുന്നുണ്ട്. അപ്പോഴും മനു പറഞ്ഞു അച്ഛാ അമ്മ പറയുന്നത് അത് അങ്ങനെ അങ്ങ് പറയും, പക്ഷെ അച്ഛൻ പറയുമ്പോൾ അച്ഛൻ അത് മനസ്സിലാക്കിയിട്ട് വേണ്ടേ. അലീനയെക്കുറിച്ച് അച്ഛനെ ഞാൻ പറഞ്ഞല്ലോ, അവൾ അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല. കാരണം ഹരി എന്ന് പറയുന്നത് തെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്, ഇതിൻ്റെയൊക്കെ ആസൂത്രകനും കൂടെയാണ്. അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഒരു വാക്ക്, ഹരിക്ക് വേണ്ടിയിട്ട് അലീന ഒരു വാക്ക് പോലും ശരണ്യരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യില്ല എന്നുള്ള കാര്യം സുനിശ്ചിതമായ ഒരു കാര്യമാണ്. അതച്ഛൻ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ശിവശങ്കറിൻ്റെയും കമലയുടെയൊക്കെ മാനസികാവസ്ഥ എത്രയാണെങ്കിലും എത്ര കുറ്റം ചെയ്തിരുന്നാലും മക്കൾ തന്നെയല്ലോ. അവർ ചെയ്ത തെറ്റുകളൊക്കെ അവർ പൊതിഞ്ഞു പിടിക്കും. കാരണം എത്ര വലിയ തെറ്റ് ചെയ്തിരുന്നാലും അവർക്കത് മക്കൾ ചെയ്ത തെറ്റല്ല എന്നുള്ളൊരു പക്ഷമാണ്. പക്ഷേ നമ്മുടെ ഹരിശങ്കർ ചെയ്ത തെറ്റിൻ്റെ ആഴം എത്രത്തോളം വലുതാണെന്നുള്ളത് കമല മനസ്സിലാക്കത്തില്ല. പക്ഷേ ശിവശങ്കറിനൊക്കെ അതിൻ്റെ ആ ഒരു ഇത് എത്രത്തോളം ആണെന്നുള്ളതും മനുവിനും ശിവശങ്കറിനും മറ്റുള്ളവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നാളെ വരാനിരിക്കുന്ന ഒരു പ്രൊമോ എന്നൊക്കെ പറയുന്നത് ഏകദേശം ഇതൊക്കെയാണ്. ഇന്നലെ ഇതിൽ ഏതൊക്കെ 1-2 സീനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ നാളെ വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക,
കേൾക്കുക. ഏതെങ്കിലും വേർഡൊക്കെ റിപ്പീറ്റേഷൻ വരുന്നെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഒരുപാട് സന്തോഷം. കാരണം നമുക്കത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഇന്നും അത് വീണ്ടും ആവർത്തിച്ചോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കേൾക്കുക, ലൈക്ക് അടിക്കുക, പിന്നെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ മഴതോരും മുമ്പ് സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡ് പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.